ഒരു പെയിൻ വന്നിട്ടാണ് നമ്മൾ അറിയുന്നത് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ അതിൻ്റെ ആണെന്നുള്ള ബുദ്ധിമുട്ട്. പക്ഷെ നമുക്ക് നടുവേദന വരുമ്പോൾ ഓൾമോസ്റ്റ് പലർക്കും റെക്കഗ്നൈസ് ചെയ്യുന്നത് ചിലപ്പോൾ കിഡ്നി സ്റ്റോൺ ആയി മാറേക്കാം, അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ നേരെ തിരിച്ചും വന്നേക്കാം. എങ്ങനെയാണ് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും? കിഡ്നി സ്റ്റോണിന്റെ പെയിന് ടിപ്പിക്കലി നല്ല സിവിയർ ആയിരിക്കും. നമുക്ക് ആണുങ്ങൾക്ക് പ്രസവ വേദന വരുന്ന പോലെ ഉള്ള സിവിയർ ആയിട്ടുള്ള പെയിനാണ് നമുക്ക് സാധാരണ കിഡ്നി സ്റ്റോൺസ് വരുമ്പോൾ ഉണ്ടാവുന്നത്. അതിൻ്റെ വെച്ചാൽ നമുക്കിപ്പോൾ നടുവേദന അല്ലെങ്കിൽ മസിൽ പിടിച്ച വേദനയൊക്കെ ആണെങ്കിൽ യൂഷ്വലി നമ്മൾ അനങ്ങാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ ആ വേദന കുറയും. കിഡ്നി സ്റ്റോണിന്റെ പെയിൻ അങ്ങനെ കുറയത്തില്ല, കണ്ടിന്യൂസ് ആയി. അത് യൂഷ്വലി അതിനൊരു വാക്സിങ് ആൻഡ് വെയിനിങ് എന്ന് പറയും. നമുക്ക് സിവിയർ ആയിട്ട് പെയിൻ വരും, കുറച്ച് മണിക്കൂറുകൾ ഉണ്ടാവും, പിന്നെ അത് കുറയും. പക്ഷെ നമ്മളിപ്പോൾ കിടന്ന് അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുമോ അങ്ങനെ എങ്ങാനും ചെയ്താൽ സാധാരണ രീതിയിൽ അത് കുറയത്തില്ല. പിന്നെ ഇതേ പെയിനിന്റെ കൂടെ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ പുകച്ചില്, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക, മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡിന്റെ കളർ വരാം, ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലും സ്റ്റോൺ കാരണമുള്ള പെയിൻ ആയിട്ട് നമുക്ക് കരുതാം. നോസി അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ തോന്നുക, അത് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ തോന്നുന്നു? അത് ശരിക്കും ആ സിവിയർ പെയിൻ വരുമ്പം അതിന്റെ ഒരു റിഫ്ലെക്സ് ആയിട്ടാണ് നമുക്ക് ഈ നോസിയ വോമിറ്റിംഗ് വരുന്നത്. ചിലർ പറയുന്നത് താഴോട്ടോ പോവാത്തതുകൊണ്ട് മുകളിലോട്ട് കയറി വരുന്നതാണെന്ന് പറയുന്നത്. ഇല്ല ഇപ്പം വോമിറ്റിംഗ് ഒക്കെ വരുന്നത് നമ്മളിപ്പോൾ കുടൽ സംബന്ധമായിട്ടുള്ളതാണ് സാധാരണ രീതി കാണുന്നത്. പക്ഷേ കുടലും കിഡ്നിയുടെ സിസ്റ്റമും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നെഞ്ചുവേദന വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ഷോൾഡറിൽ പെയിൻ വരും എന്ന് പറയുമല്ലോ, അതുപോലെ ഒരു മെക്കാനിസമാണ്. ആ ഒരു കോമൺ നെർവ് സപ്ലൈ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സിവിയർ കിഡ്നി സ്റ്റോണിന്റെ സിവിയർ പെയിൻ വരുമ്പോൾ അതിന്റെ കൂടെ വോമിറ്റിംഗ് വരുന്നത്. ഓക്കെ, സോ കിഡ്നി സ്റ്റോൺ എന്നുള്ളത് ശരിക്കും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ എന്തായാലും ട്രീറ്റ്മെന്റ് പ്ലാൻ തന്നെ ഉണ്ടെന്നുള്ളത്. അതാണ് ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിലാണെങ്കിൽ കിഡ്നി സ്റ്റോൺസ് വരുവാണെങ്കിൽ നമുക്ക് അതിന് സ്റ്റോണിന്റെ സൈസും ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു.